പച്ചരിയിലെ ചെള്ളുപോലെ ഉരുണ്ടുരുണ്ടു വരുന്ന ഇവന്റെ പേരാണ് ഡുങ്കുഡു. കാനഡയിലെത്തിയ ഡുങ്കുഡു 2 ദിവസം കൊണ്ട് ഡൂഡു സാഹിബിനെ പോലെ പരിഷ്കാരിയായി. മാട്ടക്കോലം കണ്ട് സായിപ്പാണോ ഡുങ്കുഡുവാണോ കാനഡയിൽ ജനിച്ചത് എന്ന സംശയം കുടുംബശ്രീയിൽ വരെ ചർച്ചയായി. ഡുങ്കുഡു പോകുന്നിടത്തെല്ലാം അവനറിയാതെ ഒരു അജ്ഞാതൻ പിന്തുടരുന്നുണ്ടായിരുന്നു. സാധനം വാങ്ങാൻ കടയിൽ ചെന്നാലും, കുപ്പി വാങ്ങാൻ LCBO ചെന്നാലും, പെട്രോൾ അടിക്കാൻ ഗ്യാസ് സ്റ്റേഷനിൽ ചെന്നാലും, ചായ കുടിക്കാൻ ചായക്കടയിൽ ചെന്നാലും മംഗോളിയയിലെ മങ്കിയെ പോലെ അവൻ പിന്തുടരും. പിന്നൊന്നും നോക്കിയില്ല, ഡുങ്കുഡു അവനെ തട്ടിക്കളയാൻ തീരുമാനിച്ചു. കിട്ടിയ അവസരത്തിൽ ഗോതമ്പ് പുട്ട് റോബസ്റ്റ പഴം കൂട്ടി ഞവിടും പോലെ ചവിട്ടി ചപ്പിളിച്ച് ആരും കാണാതെ പൂച്ച കുന്നി കൊണ്ടുപോയിട്ടു. വെറും വയറ്റിൽ കൊലപാതകയായ ഡുങ്കുഡു കപ്പ പുഴുങ്ങാൻ വച്ച കുക്കറിലെ ഫിസില് പോലെ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. ഇതിനിടയിൽ എത്ര ഫിസിൽ അടിച്ചു എന്നത് എണ്ണാനും വിട്ടുപോയി. എന്റെ അമ്മ, അവനല്ലേ ഇവൻ? എത്ര തവണ കൊന്നാലും മാസത്തിൽ 2 തവണ ഇൻസ്റ്റാൾമെന്റിന് പാത്രം വിൽക്കാൻ വരുന്ന അണ്ണാച്ചിയെ പോലെ ഇവൻ വീണ്ടും വരും. പോളിഷ് ഭാഷയിൽ പോടാടെക് എന്ന അർത്ഥം വരുന്ന ടാക്സാണിത്. ലോകത്തിൽ എല്ലായിടത്തും ഇവന് കൂടപ്പറപ്പുകൾ ഉണ്ടെങ്കിലും 13ാമത്തെ തലതെറിച്ചവനാണ് കാനഡയിലുള്ളത്. ഇതുപോലെ സമ്പാദിക്കുന്നവൻ 14%, തോനെ സമ്പാദിക്കുന്നവൻ 33% കാനഡയിൽ ടാക്സായി അടയ്ക്കണമത്രേ. ഇതിലും നല്ലത് നാട്ടിൽ വന്ന് റബ്ബർ വെട്ടാൻ പോകുന്നതല്ലേ എന്ന് പന്നിക്കുഴിയിലെ ചിറ്റപ്പൻ പലതവണ ചോദിച്ചു. റബ്ബർ അല്ലേ, വലിച്ചോണ്ടിരിക്കേണ്ടി വരുമെന്നറിയാവുന്നതിനാൽ ഡുങ്കുഡു പോയില്ല.